വൈക്കം ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജ് നൂറിന്റെ നിറവിൽ ബിരുദ സമർപ്പണം നടന്നു. BCF ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാഫർ മുഹമ്മദ് ഇക്ബാൽ കോളേജ് മാഗസിന്റെ ലാൻഡൺ 24 പ്രകാശനം നിർവഹിക്കുകയും ആദ്യ കോപ്പി പ്രോ വൈസ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു. വൈക്കം ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് കോളേജിൽ നൂറിന്റെ നിറവിൽ ബിരുദ സമർപ്പണം നടന്നു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ 128ഓളം കോഴ്സുകളിൽ പ്രധാനപ്പെട്ട കോഴ്സായ BSc നഴ്സിംഗ് പാസ്സായിട്ടുള്ള മറ്റു കലാലയങ്ങളിൽ നിന്ന് പാസ്സാകുന്ന കുട്ടികൾ വിദേശത്തേക്ക് ജോലി തേടി പോകുമ്പോൾ വൈക്കം ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയുടെ കീഴിലുള്ള BCF നഴ്സിംഗ് കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ള കുട്ടികളിൽ 1/3 ഭാഗം കേരളത്തിൽ തന്നെ ജോലി നേടാൻ ആയി എന്നത് ഈ കോളേജിൻ്റെ അഭിമാനകരമായ നേട്ടമാണെന്നും തുടർച്ചയായി 3ാം വർഷവും 100% വിജയം കൈവരിച്ച BCF കോളേജ് ഓഫ് നഴ്സിംഗിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും കേരള ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ പറഞ്ഞു. അതിന് യാതൊരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടത്തെ അധ്യാപന നിലവാരത്തിന്റെയും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെയും എല്ലാം എത്രമാത്രം ഉന്നതിയിലാണ് ഈ കോളേജ് നിലകൊള്ളുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ 128ഓളം കോഴ്സുകളാണ് നമ്മൾ നടത്തുന്നത്. ഇവയിൽ ജോലി സാധ്യതയുടെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഈ കോഴ്സ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി, ഏതാണ്ട് 1/3 ഓഫ് ഗ്രാജുവേറ്റ്സ് പാസ്ഡ് ഔട്ട് ഫ്രം ദിസ് കോളേജ് ആർ എംപ്ലോയിഡ് ഇൻ കേരള എന്നുള്ളത് വളരെ വളരെ അഭിമാനാർഹമായ നേട്ടമാണ്. കാരണം ഇന്ന് BSc നഴ്സിംഗ് പാസ്സായ മറ്റ് കലാലയങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലാണ് ജോലി. അതായത് മിഡിൽ ഈസ്റ്റിലും ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ ജർമ്മനിയിലും ഒക്കെ ആയിട്ടാണ് ജോലി. ഇവിടെ 1/3 ഭാഗം ഈ കേരളത്തിൽ തന്നെ ജോലി നേടാനായിട്ട് പ്രാപ്തരായി എന്നുള്ളത് ഈ കോളേജിന്റെ മറ്റൊരു നേട്ടമായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അഭിമാനാർഹമായ നേട്ടം. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകരെ കുറിച്ച് പറഞ്ഞു, ഇന്നത്തെ ചെയർമാനെ കുറിച്ച് പറഞ്ഞു, ഇതിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞു. ഇവരെല്ലാവരും തന്നെ ഈ BCF കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു കൂട്ടായ പ്രവർത്തനം, അതുപോലെ ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപക സുഹൃത്തുക്കളുടെയും കാര്യം പറഞ്ഞു, അവരെല്ലാവരും തന്നെ ഈ നേട്ടങ്ങളുടെ പിന്നിൽ അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്ക് കൂടി അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കും. ചെമ്മനാഗിരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയുടെ കീഴിലുള്ള BCF നഴ്സിംഗ് കോളേജിലെ 12ാമത് ബാച്ച് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BCF ചെയർമാൻ ഡോക്ടർ കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജാഫർ മുഹമ്മദ് ഇക്ബാൽ കോളേജ് മാഗസിൻ ലാൻഡൺ 24 പ്രകാശനം നിർവഹിക്കുകയും ആദ്യ കോപ്പി പ്രോ വൈസ് ചാൻസലർക്ക് കൈമാറുകയും ചെയ്തു. ബിരുദധാരികളെ ആശീർവദിക്കുന്നതിനായി സ്ഥാപക പിതാവ് ഡോക്ടർ കുമാർ ബാഹുലേന്റെ സാന്നിധ്യം ചടങ്ങിന് അവിസ്മരണീയമാക്കി. കോളേജിന്റെ പോയ വർഷത്തെ അവലോകന റിപ്പോർട്ട് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ നിഷ വിൽസൺ അവതരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ 2 വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് 40,000 രൂപയുടെ ക്യാഷ് അവാർഡും ചടങ്ങിൽ സമ്മാനിച്ചു. PTA സ്കോളർഷിപ്പ് 25,000 രൂപ വീതം ഉന്നത പഠന നിലവാരം പുലർത്തുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2 വിദ്യാർത്ഥികൾക്കും നൽകുകയുണ്ടായി. പ്രൗഢഗംഭീരമായ നടന്ന ചടങ്ങിൽ ഡയറക്ടർ ബോർഡ് അംഗം P കമലാസനൻ, ഓപ്പറേഷൻ ഡയറക്ടർ എബ്രഹാം വർഗീസ്, ഫിസിയോതെറാപ്പി കോളേജ് പ്രൊഫസർ KS ശരത്, നഴ്സിംഗ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ വിശ്വപ്രിയ, PTA പ്രസിഡന്റ് MA പുഷ്പരാജ്, വിദ്യാർത്ഥി പ്രതിനിധി ദിയ ജോജി, എലിസബത്ത് ഡിസന്റ്, അധ്യാപക പ്രതിനിധി VD ഗായത്രി തുടങ്ങിയവർ സംസാരിച്ചു. 100 കണക്കിന് ആളുകൾ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പങ്കെടുത്തു.